വീണ്ടും രക്ഷകരായി ഇന്ത്യൻ നാവികസേന. സൊമാലിയുടെ കിഴക്കൻ തീരത്ത് വെച്ച് കടൽ കൊള്ളക്കാരുടെ ആക്രമണത്തിനിരയായ ഇറാനിയൻ കപ്പലിനെ നാവികസേന രക്ഷിച്ചു. എഫ് ഒമാറി എന്ന മത്സ്യബന്ധന കപ്പലാണ് കൊള്ളക്കാർ റാഞ്ചിയത്. പാക് ഇറാനിയൻ പൗരന്മാരടങ്ങിയ മത്സ്യബന്ധന കപ്പലായിരുന്നു അത്. 7 കൊള്ളക്കാർ കപ്പലിലേക്ക് അതിക്രമിച്ചു കയറിയിരുന്നു. തുടർന്ന് മത്സ്യത്തൊഴിലാളികളെ ബന്ദികളാക്കി. കപ്പൽ റാഞ്ചിയെന്ന വിവരം ലഭിച്ചയുടനെ നാവികസേനയുടെ INS ശാരദ മേഖലയിലെത്തി. അതിവേഗമെത്തിയ ഭാരതത്തിന്റെ യുദ്ധക്കപ്പൽ ശക്തമായ പ്രതിരോധം തീർത്തു. ജനുവരി 31 കൊള്ളക്കാർ കപ്പലിനുള്ളിൽ കയറിയത്. വെള്ളിയാഴ്ച പുലർച്ചെയോടെ INS ശാരദ രക്ഷാപ്രവർത്തനം നടത്തി. അതിക്രമിച്ചു കയറിയ കൊള്ളക്കാരെ ഇന്റഗ്രൽ ഹെലികോപ്റ്ററുകളും ബോട്ടുകളും ഉപയോഗിച്ച് തുരത്തിയ നാവികസേന മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തുകയും എഫ് ഒമാറിനെ സുരക്ഷിതമാക്കുകയും ചെയ്തു. 11 ഇറാനിയൻ പൗരന്മാരും 8 പാകിസ്ഥാനികളുമാണ് കപ്പലിലുണ്ടായിരുന്നത്. സൊമാലിയൻ കൊള്ളക്കാരുടെ അധീനതയിലായിരുന്നതിനാൽ മത്സ്യബന്ധന കപ്പലിനെ വേണ്ടവിധം പരിശോധിക്കുകയും അണുവിമുക്തമാക്കുകയും ചെയ്തു. കൊള്ളക്കാരിൽ നിന്നും കപ്പലിനെ മോചിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങളും നാവികസേന പങ്കുവച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ നിരവധി തവണയാണ് ഭാരതീയ നാവികസേന ഇതര രാജ്യങ്ങൾക്ക് രക്ഷകരായി എത്തിയത്. കൊള്ളക്കാർ ബന്ദികളാക്കിയ പാകിസ്ഥാൻ പൗരന്മാരെ നേരത്തെയും നാവികസേന രക്ഷപ്പെടുത്തിയിരുന്നു. അറബിക്കടലിൽ ആക്രമണത്തിനിരയായ കപ്പലിനെ രക്ഷപ്പെടുത്തുന്നതിനായി INS സുമുത്രയായിരുന്നു അന്നെത്തിയത്. നേരത്തെയും സൊമാലിയൻ കടൽക്കൊള്ളക്കാരിൽ നിന്നും മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി ഇന്ത്യൻ നാവികസേന രംഗത്തെത്തിയിരുന്നു. 19 പാകിസ്ഥാൻ പൗരന്മാരും 17 ഇറാനിയൻ പൗരന്മാരും അടക്കം 36 മത്സ്യത്തൊഴിലാളികളെയാണ് ഇന്ത്യൻ നാവികസേന മോചിപ്പിച്ചത്. നാവികസേനയുടെ യുദ്ധക്കപ്പലായ INS സുമിത്രയായിരുന്നു അന്ന് രക്ഷാപ്രവർത്തനം നടത്തിയത്. കൊച്ചിയിൽ നിന്നും 850 നോട്ടിക്കൽ മൈൽ ദൂരത്ത് അറബിക്കടലിൽ വെച്ചായിരുന്നു കടൽക്കൊള്ളക്കാരുടെ ആക്രമണം നടന്നത്. സൊമാലിയുടെ കിഴക്കൻ തീരത്ത് നിന്നും പുറപ്പെട്ട ഇറാനിയൻ കപ്പലായ അൽ നയീമാണ് അന്ന് ആക്രമിക്കപ്പെട്ടത്. ഒരേ ദിവസം ഇന്ത്യൻ നാവികസേന നടത്തുന്ന രണ്ടാമത്തെ രക്ഷാദൌത്യമായിരുന്നു അത്. നേരത്തെ മറ്റൊരു ഇറാനിയൻ കപ്പൽ സൊമാലിയൻ കൊള്ളക്കാരിൽ നിന്നും രക്ഷപ്പെടുത്തിയിരുന്നു. എഫ് ഇമാൻ എന്ന കപ്പലാണ് ആക്രമണത്തിന് ഇരയായിരുന്നത്. കപ്പലിൽ 17 പേരുണ്ടായിരുന്നു. INS സുമിത്ര തന്നെയായിരുന്നു രക്ഷാപ്രവർത്തനത്തിന് പിന്നിൽ. കടൽക്കൊള്ളക്കാർ കപ്പൽ റാഞ്ചിയതിന് പിന്നാലെ ഇന്ത്യൻ നാവികസേനയ്ക്ക് സഹായ അഭ്യർത്ഥന ലഭിച്ചിരുന്നു. തുടർന്നാണ് രക്ഷാദൌത്യത്തിനായി INS സുമിത്ര പുറപ്പെട്ടത്. സൊമാലിയുടെ കിഴക്കൻ തീരത്തും ഏദൻ ഉൾക്കടലിലുമായി പെട്രോളിംഗിലായിരുന്നു സുമിത്ര. അപായ സന്ദേശം ലഭിച്ചയുടൻ കുതിച്ചെത്തി ഇറാനിയൻ ബോട്ടിനെയും തടഞ്ഞു. ബോട്ടിലുള്ളവരെ കടൽക്കൊള്ളക്കാർ ബന്ദികളാക്കിയിരുന്നു. ബോട്ട് വിട്ടുപോകാൻ നേവി അന്ത്യശാസനം നൽകി. അതോടെ 17 പേരെയും സ്വതന്ത്രരാക്കിയ കൊള്ളക്കാർ രക്ഷപ്പെട്ടെന്ന് നേവി വൃത്തങ്ങൾ പറയുകയും ചെയ്തിരുന്നു. പരിശോധനകൾ നടത്തി സുരക്ഷ ഉറപ്പാക്കിയ ശേഷം ഇറാനിയൻ ബോട്ട് യാത്ര തുടരുകയായിരുന്നു. പേർഷ്യൻ ഗൾഫ് കടലിൽ സൊമാലിയൻ കടൽക്കൊള്ളക്കാരുടെ ശല്യം രൂക്ഷമായത് 2008 മുതലാണ്. ഇവിടെ ചരക്ക് കപ്പലുകൾക്ക് പ്രധാന ആശ്രയം ഇന്ത്യയാണ്. 12 യുദ്ധക്കപ്പലുകളെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. ഡിസംബർ 23 സൗദിയിൽ നിന്ന് വന്ന ലൈബീരിയൻ കപ്പൽ MVK പ്ലൂട്ടോയ്ക്ക് നേരെയും ഗുജറാത്ത് തീരത്ത് ഡ്രോൺ ആക്രമണം ഉണ്ടായിരുന്നു. 21 ഇന്ത്യക്കാരും ഒരു വിയറ്റ്നാം പൗരനും ജീവനക്കാരായിരുന്നു. കോസ്റ്റ് ഗാർഡിന്റെ വിക്രം അത് രക്ഷിച്ചു. ജനുവരി 5 സൊമാലിയൻ തീരത്ത് ലൈബീരിയൻ ചരക്ക് കപ്പൽ MV ലീല നോർഫാക്കിനെ റാഞ്ചാൻ ശ്രമവും നടന്നിരുന്നു. കപ്പലിൽ 15 ഇന്ത്യക്കാർ അടക്കം 21 ജീവനക്കാർ ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.